ഹലോ, വെൽക്കം ടു മോംസ് റൂട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ നല്ല ഒരു ഇറാനി പോളൻ്റെ റെസിപ്പി കാണിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഇറാനി പോളയാണ്. പിന്നെ ഞാൻ ഒരു മീഷോന്ന് എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ ഇതും കൂടി കാണിക്കണം കേട്ടോ. ഒരു ചെറിയൊരു ഔട്ട്ഫിറ്റ് ഡ്രസ്സ് ഉണ്ട്, പിന്നെ വാച്ച് എടുത്തിട്ടുണ്ട്, ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കുറഞ്ഞ റേറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കിയത്. പിന്നെ അന്ന് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് റിപ്പോർട്ടിങ്ങും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓഗസ്റ്റ് 15 അന്ന് നമ്മളെടുത്താണ്. കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക. എന്നിട്ട് ഇന്ന് സപ്പോർട്ട് ചെയ്യണമാതിരി സപ്പോർട്ട് ചെയ്യട്ടെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ എൻ്റെ ഓരോ ദിവസത്തെ റൂട്ടീൻസും. അപ്പോൾ പണികൾ തന്നെ എടുത്തുകൊണ്ട് നിൽക്കണ എനിക്ക് വലിയ ഇഷ്ടമല്ല. പെട്ടെന്ന് പണികൾ തീർത്ത് ഫ്രീ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാമല്ലോ. എല്ലാ കാര്യത്തും നമ്മളെ കയ്യെത്തണം എന്നുണ്ടെങ്കിൽ വീട്ടു ജോലി പെട്ടെന്ന് തീർക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 3 മണിയൊക്കെ സമയത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുണിയും കുപ്പായൊക്കെ ഞാൻ ഉണക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ അലക്കിയതൊക്കെ തോരടാൻ വേണ്ടി ഇടലുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒരു 2 മണി നല്ല വെയിലും കാര്യമൊക്കെ അല്ലേ, അപ്പോഴന്നെ നമുക്ക് തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അതൊക്കെ എടുത്തിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ കൊണ്ടുപോയി വെക്കലൊരു ബാസ്ക്കറ്റിലാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ നമ്മളൊരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ മടക്കി വെക്കലാണ്. വേറെ എവിടെയും ബെഡ്മല്ല അങ്ങനെയൊന്നും മെഷീൻ്റെ മുകളിൽ അങ്ങനെയൊന്നും കൊണ്ടുവരുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും കാണാത്ത രീതിയിലാണ് എല്ലാം ചെയ്യൽ. അപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് മടക്കി വെക്കാമല്ലോ. അതിന് വേറെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ ഞാനിതാ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ്. കുറച്ച് പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടി മിക്സിംഗ് ആണ്. അപ്പോൾ അത് ഇട്ടെടുത്തിട്ട് മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റ് ഇതുപോലെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ഇങ്ങനെ നല്ലത് ഉള്ളിലേക്ക് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ പുറത്ത്. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ എടുത്തിട്ട് എല്ലാതും ഒരുമിച്ച് ചെയ്യാതെ മോശമായി വരുന്ന പ്ലാന്റ്സുകൾ എടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് റെഡിയായി വരുമ്പോൾ മറ്റേതിട്ട 2 പോർഷനാക്കിയിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ അത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ മോശമായിട്ടുള്ളത് വീണ്ടും സെറ്റാക്കി വെക്കുക. അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എപ്പോഴും. എനിക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ നമ്മൾ ഒറിജിനൽ പ്ലാന്റ്സ് വെക്കുന്നതാണ് ഇഷ്ടം. കാരണം നമുക്ക് മാറി മാറി വെച്ചെടുക്കാമല്ലോ. നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതന്നെ സ്ഥിരമായിട്ട് നമുക്ക് വെച്ചെടുക്കേണ്ടി വരും. പക്ഷേ അതെല്ലാം നമുക്ക് പ്ലാന്റ്സുകൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി വെച്ചെടുക്കാം. അപ്പോൾ ഒരു വെറൈറ്റിയാണ്. നമ്മളെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ വീട് നല്ല ഭംഗിയിലും ഒതുക്കത്തിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് നമുക്ക് തന്നെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ വെച്ചത് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിലൊക്കെയാണ് എൻ്റെ സന്തോഷം. ഞാൻ കണ്ടെത്തൽ എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പണികളൊക്കെ നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതൊന്ന് നനച്ചു കൊടുക്കണം കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ വരുന്നു. വെയിലുള്ള സമയമാണ് ഇപ്പോഴും. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ മഴ ഈ ഭാഗത്തേക്കൊന്നും ഇല്ല കേട്ടോ. തീരെ മഴ ഇല്ല. രാത്രി ചെറുതായിട്ടൊന്ന് പെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്നല്ലാതെ കാര്യമായിട്ട് പ്ലാന്റ്സിനൊന്നും മഴ കിട്ടണില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വെയിൽ തന്നെയാണ്. അപ്പോൾ നനച്ചു കൊടുക്കലുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. ഇനി കുട്ടികൾ സ്കൂളില്ലാതെ വീട്ടിലുള്ള കാരണം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനുണ്ട് അവർക്ക് സ്നാക്സ് ആയിട്ട്. അപ്പോൾ ഓയിലൊന്നും അധികം ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഞാൻ ഇറാനി പോളയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ഇറാനി പോളിൻ്റെ റെസിപ്പി ആയിട്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഇനി ഫ്രൈ
റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അധികം എണ്ണ ഒഴിക്കാതെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ നിന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറാനിപ്പോളം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ രീതി തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ഇറാനിപ്പോളയാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓയിൽ തന്നെ ഇനി ഇങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത്ര എണ്ണ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ബാലൻസ് വെച്ചിട്ട് അതിലേക്ക് ഇനി ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യൂബും മാതിരി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടിയാണ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 3 വലിയ ഉള്ളിക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളിതാ ഒക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ പിന്നെ ഇനി ആവിയിലിരുന്ന് വേവും. ക്യാപ്സിക്കം ഒന്നും ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഒരു അര അല്ലെങ്കിൽ 1/4 സ്പൂൺ ചേർത്താൽ മതി. പിന്നെ നമ്മൾ കുരുമുളക് പൊടി അത് ഒരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ടൊമാറ്റോ സോസും 1 സ്പൂണ് നമ്മൾ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല നല്ല ടേസ്റ്റുള്ളൊരു മസാല ഉണ്ട്. ഇതിന് ഇറാനി പോളക്കല്ല, നമുക്ക് വെറുതെ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാല നല്ലൊരു ടേസ്റ്റുള്ള മസാലയാണ്. നമ്മൾ സാധാരണ ഇറാനി പോളം ഉണ്ടാക്കുമ്പോൾ ചിലരൊന്നും ഇത് ചേർക്കലില്ല, ടൊമാറ്റോ സോസും സോയാ സോസും ചേർക്കലില്ല. പക്ഷേ ഞാൻ ചേർക്കലുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദയും 1/4 കപ്പ് പാലുമാണ് ഒഴിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ചെറുതായിട്ടൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ചെയ്യട്ടെ. നമ്മളിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാതും ഒരുപോലെ കട്ടൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ ഇനി ഇറാനിപ്പോളം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു പകുതി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇട്ടാൽ ഒന്ന് ആവുന്ന വരെ ഒന്ന് അടച്ചു വെക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ്റെ മിക്സ് വെച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കന് ചെറുതാക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് ശരിയാക്കിയാൽ മതി. പിന്നെ അതാ നമ്മളിനി ബാക്കിയുള്ള നമ്മൾ പാലിൻ്റെ മിക്സും കൂടി ഇതിൽ ഒഴിച്ചെടുക്കുകയാണ്. മുട്ടൻ്റെ പാലിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് ഓവർ തിക്കില്ലാതെ ബാറ്റർ നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ അതാ നമ്മൾ ഒരു 10-20 മിനിറ്റ് നമ്മളിത് സിമ്മിലിട്ടിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്തെങ്കിലും സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കട്ടെ ആയിട്ടുള്ളൂ എന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇറാനിപ്പോള നല്ല അത്യാവശ്യം മസാല ഒക്കെ ഫില്ലിംഗ് ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഇറാനിപ്പോളയാണ്. നമ്മൾ ഓവറായിട്ട് നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ ബാറ്റർ നമ്മൾ ഓവർ തിക്കിലെടുക്കരുത്. അപ്പോഴാണ് ഇറാനിപ്പോള നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഒരു കറക്റ്റ് അളവിൽ നമ്മൾ എടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കായാലും നമുക്കായാലും വയറൊക്കെ ഒന്ന് അത്യാവശ്യം ഫില്ലാവാനും പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് ഇറാനിപ്പോള. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് ഇനി ചെയ്യുന്നത്. ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഫാമിലിയിലൊന്ന് പോകാനുണ്ട് കേട്ടോ. കുട്ടികളായിട്ടൊന്ന് പോകാനുണ്ട്. അപ്പം ഞാൻ മീഷോന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചെരുപ്പ് വാച്ചൊക്കെ കൂടി ഒരു ഫുൾ ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഔട്ട്ഫിറ്റ് മീൻസ് നമുക്ക് വേണമെങ്കിൽ ഇടാം. കുറച്ചിട്ടതിന് ശേഷം നമുക്ക് വീട്ടിലൊക്കെ ഇടാം കേട്ടോ. ഒരു വലിയ റേറ്റ് ഇല്ലാതെ എന്നാൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കാണിക്കാം. ഈ ഇൻ്റർ പ്ലാൻസ് ഞാൻ ഇവിടെ നിന്ന് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിനി മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡ്രസ്സ് ഞാൻ റേറ്റ് ഞാനിതിൽ
കാണിക്കാട്ടോ സൈഡിൽ കാണിക്കുക ഡ്രസ്സിൻ്റെ റേറ്റ്. അപ്പോൾ 500 എത്ര സംതിങ് ആണ്. അപ്പോൾ അത് കോട്ടണിലാണ്, പ്യുവർ കോട്ടനാണ് ഡ്രസ്സ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് തട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഷോളാണിത്. അപ്പോൾ ഷോളും അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്, നമുക്ക് കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ഇങ്ങനെ മാറിയിടാനൊക്കെ പറ്റും. ഞാനിത് 2 യൂസേജിന് വേണ്ടി എടുത്തതാണ്. കുറച്ച് എന്നിട്ടതിന് ശേഷം ഞാനത് വീട്ടിലിടും കേട്ടോ. പിന്നെ ഞാൻ അതാ ചെരുപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീഷോന്ന് എടുത്ത് തന്നെയാണ്. 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു വാച്ച് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാച്ച് നല്ല ഭംഗിയിലിട്ട കയ്യിൻ്റെ മുകൾക്ക് കെട്ടി വരുമ്പോൾ 200 സംതിങ്ങിന് ഇതിൻ്റെ റേറ്റും. അപ്പോൾ ടോട്ടൽ ഒരു 1000 രൂപയുടെ താഴെയായിട്ട് നമുക്ക് ഒരു ഫുൾ ഔട്ട്ഫിറ്റിന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ചെരുപ്പാട്ട. 350 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ 2 ബ്ലാക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് മീഷോന്ന് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. രണ്ടും കുഴപ്പമില്ല, ഓരോരോ റേറ്റിൻ്റെ അനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാറ്റിയിട്ട് ഇനി പോകാനുണ്ട്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക വീഡിയോയെക്കുറിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ടോ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസായിട്ട് ചോദിക്കട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.